പാലക്കാട് നഗരസഭ ദിവ്യാംഗർക്കായി ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് ഗുണ്ടായിസം. നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ അനുവദിക്കില്ലെന്നാരോപിച്ച് ശിലാഫലകവും സ്റ്റേജും തകർത്തു. പോലീസിന്റെ കൺമുന്നിലായിരുന്നു അതിക്രമം. പ്രതിഷേധങ്ങൾക്കിടയിലും നഗരസഭാ ചെയർപേഴ്സൺ തറക്കല്ലിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കല്ലിടാൻ അറിയാമെങ്കിൽ കെട്ടിടം പൂർത്തിയാക്കുമെന്നും അതിന് ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൽകുമെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു. ഇന്ന് രാവിലെ 9:45 പാലക്കാട് നഗരസഭ ദിവ്യാംഗർക്കായി ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രമായ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ തറക്കല്ലിടൽ നടന്നത്. എന്നാൽ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിന്റെ പേര് കെട്ടിടത്തിന് നൽകാൻ അനുവദിക്കില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. തറക്കല്ലിടുന്ന കുഴിയിൽ ഇറങ്ങി നിന്നും മറ്റും യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിച്ചെങ്കിലും പ്രതിഷേധത്തെ വകവയ്ക്കാതെ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ തറക്കല്ലിടൽ നടത്തി. തുടർന്ന് ഔദ്യോഗിക പരിപാടി ആരംഭിച്ചുവെങ്കിലും പരിപാടി നടക്കുന്ന സ്റ്റേജിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിക്രമിച്ച് കയറി മൈക്കും ശിലാഫലകവും തകർക്കുകയും സ്റ്റേജിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് വലിച്ചു കീറി സ്പീക്കറും ചവിട്ടുപടിയും കസേരകളുമെല്ലാം വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് തുടങ്ങിയവർ വേദിയിലും ദിവ്യാംഗരായ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും സദസ്സിലും ഇരിക്കുമ്പോഴായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഗുണ്ടായിസം. പോലീസാണെങ്കിൽ നേരത്തെ പ്രതിഷേധമുണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ അതിക്രമത്തിന് ഒത്താശ ചെയ്യുകയാണ് ചെയ്തത്. വളരെ വിഷമമുണ്ട്. ഈ ഭിന്നശേഷി കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെയൊരു പാർട്ടി ഭേദമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നവരിൽ നല്ല വിഷമമുണ്ട്. നല്ലൊരു കാര്യം സാധിക്കുന്നതിൽ അവർ തീരെ മര്യാദ ഇല്ലാതെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊരു സ്ഥാപനം വരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷിച്ച് വന്നവരാണ്. കാരണം ഞങ്ങൾ ഇതുവരെയും ആരും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾക്ക് പൊളിറ്റിക്സോ അല്ലെങ്കിൽ ആരുടെ താല്പര്യമോ അല്ല പ്രധാനം. ഞങ്ങളുടെ കുട്ടികൾക്കുള്ള ഒരു പ്രവൃത്തി, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം, അതിനെ അലങ്കോലപ്പെടുത്തുന്നതിൽ വളരെ വളരെ ദുഃഖമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തുടർന്നു പോകാൻ പേരിലല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ഇത് ആർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. ഇവർക്ക് അവരുടെ ആവശ്യങ്ങൾ സ്വയം പറയാൻ പറ്റാത്ത കുട്ടികളാണ്. സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. എന്നാൽ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ നഗരസഭ പരിപാടിയുമായി മുന്നോട്ടു പോയി. കെട്ടിടത്തിന് തറക്കല്ലിടാൻ അറിയാമെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കി അതിന് ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ ഇടുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് എന്നിവർ പറഞ്ഞു. ഇവരുടെ ഒരു തടസ്സവും പാലക്കാട് നഗരസഭയെ ഞങ്ങൾ ബാധിക്കില്ല എന്നുള്ളത് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ഗുണ്ടകളുടെ ഭീഷണിയൊന്നുമില്ല. അവര് ഇതിനെ പ്രതിഷേധിക്കുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ്. ആ പ്രതിഷേധം നമുക്കൊരു ചുക്കുമല്ല ചുണ്ണാമ്പും അല്ലാതെ ഞാൻ പറയണേ. ഇവിടെ അത് എന്തായാലും ആ ബിൽഡിംഗ് ഇവിടെ വന്നിരിക്കും, അത് ഉറപ്പാണ്. ഡോക്ടർജിയുടെ പേര് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രേരണ നൽകി, രാഷ്ട്ര സേവനത്തിന് ഇറങ്ങാനായിട്ട് പ്രേരണ നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് നൽകിയതിനാണ് ഇവർക്ക് ഏറ്റവും വലിയ അസഹിഷ്ണുത. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് ഇന്ന് ഈ പരിപാടി അവർ അലങ്കോലമാക്കിയിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇത് ബോധപൂർവം മാർക്സിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയും അവരുടെ കൂട്ടാളികളും അവരുടെ ഗുണ്ടകളും ഈ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനിടെ വീണ്ടും കോൺഗ്രസുകാർ പരിപാടി സ്ഥലത്തേക്ക് എത്തി സ്റ്റേജിൽ അതിക്രമിച്ച് കയറിയെങ്കിലും പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.